കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം അർപ്പിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യം. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ട് പോയി. ഈ വാക്യങ്ങൾ അനുഗ്രഹീതമാണ്. ഒരു ചെറിയ ചിന്തനങ്ങളുമായിട്ട് ഈ പ്രഭാതത്തിൽ പങ്കുവയ്ക്കുകയാണ്. നമുക്കറിയാം, ആദിമസഭ അതിൻ്റെ ശൈശവ കാലഘട്ടത്തിൽ തന്നെ വളരെ ശക്തമായ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ഭാഗത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലേ? ഏറ്റവും അധികം കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, പീഡനങ്ങൾ, ശാരീരിക പീഡനങ്ങൾ, ഉപദ്രവങ്ങൾ ഒക്കെ സഹിക്കേണ്ടി വന്ന ഒരു കൂട്ടമാണ് ദൈവസഭയെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ, ഇല്ലെങ്കിൽ അതിന് വിത്ത് വിതയ്ക്കപ്പെട്ട ആദ്യ സമയത്ത് തന്നെ അതിൻ്റെ മുള പുറത്തു വരാതിരിക്കുവാനായിട്ട് അന്നത്തെ നിയമ സംവിധാനങ്ങളും പൈശാചിക തലങ്ങളും അന്നത്തെ മഹാപുരോഹിതന്മാരും ന്യായശാസ്ത്രിമാരും യഹൂദ മതം ഒന്നടങ്കം ദൈവസഭയെ മുടിക്കുവാൻ തക്കവണ്ണം ശ്രമിച്ച മേഖലകളുണ്ട്. എന്നാൽ അവർക്കൊന്നും കഴിയാതെ ഈ 2025-ാം ആണ്ടിലും ശക്തിയോടെ ദൈവസഭ മുന്നോട്ട് പോകുന്നത് നമ്മളെല്ലാവരും കാണുന്നുണ്ട്, അല്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, സ്തോത്രം, എന്തുകൊണ്ടാണ് അത് സംഭവിപ്പാൻ തക്കവണ്ണം ഇടവന്നത് എന്നുള്ളതിനൊറ്റ മറുപടിയുള്ളൂ. ദൈവനാമത്തിന് വേണ്ടി, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ തയ്യാറായിരുന്ന ഒരു തലമുറ, സ്തോത്രം, അത് എല്ലാ കാലത്തും ഉണ്ട്. അന്ന് ആദിമ കാലത്ത്, സ്തോത്രം, നമുക്കറിയാം 5-ാം അധ്യായത്തിൽ അന്യാസിൻ്റെയും സഫീറിൻ്റെയും വിഷയമാണ്. അതിൻ്റെ പകുതി കഴിയുന്ന സമയത്താണ് സ്തോത്രം അപ്പോസ്തലന്മാരെ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ വിളിച്ചു കൊണ്ട് വന്നിട്ട് അവരോട്, സ്തോത്രം, ഇനി മേലാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ നിങ്ങൾ ഉദ്ധരിക്കരുത് എന്ന് പറഞ്ഞു വിടുന്ന ഒരു ഭാഗമുണ്ട്, അല്ലേ? സ്തോത്രം, 40-ാം വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. അവർ അവനെ അനുസരിച്ചു. സ്തോത്രം, അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു. ഇനി യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. എന്നാൽ തിരുനാമത്തിന് വേണ്ടി സ്തോത്രം അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും, എക്കാലത്തെയും ദൈവസഭയുടെ വളർച്ചയുടെ പിന്നിൽ നിൽക്കുന്നത് അതിനുവേണ്ടി കഷ്ടം സഹിക്കാൻ ഒരു കൂട്ടം ദൈവമക്കൾ തയ്യാറായത് കൊണ്ടാണ്. ഈ കാലത്ത് കൊണ്ടല്ലേ, സ്തോത്രം. ഈ കാലത്ത് നമ്മൾ അതിനകത്ത് ഒരുപക്ഷെ കേൾക്കുന്നവരുടെ ഉള്ളിനകത്ത് വരാം. ഇന്നും സ്തോത്രം ഒരു കഷ്ടമില്ലാതെ ഇതിനകത്ത് സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കുന്നവരുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇന്നും ദൈവനാമത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ വിടുതലും രക്ഷയ്ക്കും വേണ്ടി വീടാന്തരം കയറി ചെന്ന് സ്തോത്ര പരസ്യങ്ങൾ നടത്തി ഒരാളെയെങ്കിലും സുവിശേഷം പറഞ്ഞ് ദൈവത്തിങ്കലേക്ക് അടുപ്പിച്ച് രക്ഷിക്കപ്പെടുത്തി സ്നാനപ്പെടുത്തി ദൈവസഭയിലേക്ക് കൊണ്ടുവരുവാൻ ആരോഗ്യവും പൈസയും സാഹചര്യങ്ങളെല്ലാം അതിനുവേണ്ടി ചെലവാക്കുന്ന അനേക ദൈവമക്കളെ നമുക്ക് കാണാൻ കഴിയും, അല്ലേ? അത് മാത്രമല്ല, അനേകരെ അത് ചെയ്യുവാൻ സ്തോത്ര തയ്യാറാങ്ങൾ, അതിനെ പ്രതിയുള്ള കട്ടതകളും നട്ടങ്ങളും ശൂന്യതകളും നിന്ദകളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഉപദ്രവങ്ങളും ഇന്നും സഹിക്കുന്ന അനേകരുണ്ടല്ലേ? സ്തോത്രം, നമുക്കറിയാം, കേരളത്തിൽ വലിയ പ്രശ്നങ്ങളില്ല. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും വടക്കേ ഇന്ത്യയുടെ മണ്ണിൽ ഇതിനു വേണ്ടി കഷ്ടം സഹിക്കുന്ന അനേകരെ നമുക്ക് കാണാൻ കഴിയുമല്ലേ? എന്താ കാരണം? അവർ ദൈവനാമത്തിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ, അപമാനമേൽക്കാൻ അവർ എന്ത് ചെയ്തു? സ്തോത്ര യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് സ്തോത്ര പോകുവാൻ തക്കവണ്ണം ഇടവന്ന്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാ, ചിലപ്പോൾ ദൈവനാമത്തെ പ്രതി പട്ടിണി, പൈതാഹം, ദാരിദ്ര്യം, കഷ്ടപ്പാട്, ഞെരുക്കം, ബുദ്ധിമുട്ട് ഇവയെല്ലാം സഹിക്കേണ്ടി വന്നാലും ഭാരപ്പെടരുത്. ഒരു പ്രതിഫലം ദൈവരാജ്യത്തിൽ നമുക്ക് ലഭ്യമാകുവാൻ തക്കവണ്ണം ഇടവരും. അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി സ്തോത്രമല്ല കഷ്ടം സഹിപ്പാൻ നമ്മൾ തയ്യാറാകണം. തിരുവചനം ഇങ്ങനെ പറയുന്നു, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത് എന്നാണ്, അല്ലേ? അതുകൊണ്ട് സ്തോത്രം, എന്നെ ശ്രദ്ധിക്കുന്ന ഈ മക്കളെ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ ഒരിക്കലും സ്തോത്രമല്ലേലൂയ ഭാരപ്പെടരുത്. സന്തോഷിച്ചും കൊണ്ട് അത് ചുമന്നാൽ നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി. യേശുവിൻ്റെ ക്രൂശ് സ്തോത്ര കുറേനക്കാരനായ ശീമോൻ ചുമന്നത് അവൻ്റെ തലമുറയ്ക്കും അനുഗ്രഹമായി മാറിയെങ്കിൽ നമ്മൾ ഇന്ന് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി കട്ട സഹിക്കുന്നുവെങ്കിൽ നമുക്ക് മാത്രമല്ല വരും തലമുറയിലും ഒരു അനുഗ്രഹത്തെ കർത്താവ് പകരുവാൻ തക്കവണ്ണം ഇടയാകും. അതിനുവേണ്ടി നമ്മെ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. എല്ലാവരെയും അവിടെ നിന്ന് സഹായിച്ചാട്ട്, എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചാട്ട്, എല്ലാവിധമായ ആത്മീക ഭൗതിക
ദൈവ നന്മകൾ നൽകി ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതകൾക്കായി സ്തോത്രം. സമസ്തവും ഏൽപ്പിക്കുന്നു. കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.